ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. പാർട്ടിക്ക് കിട്ടിയ സംഭാവനകളുടെ വിവരങ്ങൾ കൈമാറുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. നിതിൻ അംബുജൻ ചേർന്നതിൻ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJP അഴിമതി നടത്തിയെന്നും ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ ഇലക്ട്രൽ ബോണ്ടിനെ ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന് കൂടി കോൺഗ്രസ് അന്വേഷണത്തിൽ സഹകരിക്കുമെന്നടക്കം കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സുഹൈൽ, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സമഗ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം വേണമെന്നാണ് പറയുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത് BJP ആണ്. പല കമ്പനികളെയും BJP ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയതെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ അടക്കം ഈ കേന്ദ്ര ഏജൻസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരമൊരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നൊരു ആരോപണം നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. സമാനമായി തന്നെ ഇപ്പോൾ അതൊരു സമഗ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതിനോട് കോൺഗ്രസ് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച സംഭാവനകളുടെ വിവരങ്ങളും കൈമാറുമെന്നാണ് ഇപ്പോൾ ഇന്ന് ജയറാം രമേശ് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയത്. ശരി, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി വിവരങ്ങൾ എന്ന രീതിയിൽ ആം ആദ്മിയും ഇന്ന് നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.